ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗിന് മുമ്പായുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഉത്തർപ്രദേശിൽ എൻഡിഎക്ക് തിരിച്ചടി നൽകി ഭാരതീയ സമാജ് പാർട്ടി സഖ്യം വിട്ടു. ലഖ്നൌവിൽ രാജ്നാഥ് സിംഗിനെതിരെ നടി പൂനം സിൻഹ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായേക്കും. ജെ മുഹാജിർ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. മുഹാജിർ, രണ്ടാം ഘട്ടത്തിന് കൊട്ടിക്കലാശമായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? സുഹേല, 7 ഘട്ടമായി നടക്കുന്ന രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ 18-നാണ് നടക്കുക. അതിനുള്ള പരസ്യ പ്രചാരണത്തിന്റെ സമയമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ. അത് അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് വരുന്നത്. മറ്റന്നാൾ 97 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. 13 സംസ്ഥാനങ്ങൾ, അതായത് പോണ്ടിച്ചേരി ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളാണ് ഏപ്രിൽ 18-ന്, അതായത് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും ഒറ്റ ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് അവസാനിക്കും. കർണാടകയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ പോകുന്നു. ആകെ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങൾ ഈ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബീഹാർ, നമുക്കറിയാം. ബീഹാറിൽ 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ 4 മണ്ഡലങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങൾ ഈ വരുന്ന 18-ന് വിധി എഴുതും. അസമിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ഛത്തീസ്ഗഡിലും 3 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ജമ്മു കാശ്മീരിൽ 2 മണ്ഡലങ്ങൾ. മഹാരാഷ്ട്രയിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ 10 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതും. മണിപ്പൂരിൽ 1 സീറ്റ്, ഒഡീഷയിൽ 5 ലോക്സഭാ സീറ്റുകളിലും ആ ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്ന നിയമസഭാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ത്രിപുരയിൽ 1 സീറ്റിൽ ഇനി ബാക്കിയുണ്ട്. 1 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതോടുകൂടി ത്രിപുരയിലെ 2 മണ്ഡലങ്ങളിലെയും പോളിംഗ് പൂർത്തിയാകും. ഉത്തർപ്രദേശിൽ 8 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുകയാണ്. അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ 8 മണ്ഡലങ്ങൾ പൂർത്തിയായിരുന്നു. ഇനി അതേ റീജിയനിൽ തന്നെ, പശ്ചിമ ഉത്തർപ്രദേശിലെ തന്നെ 8 മണ്ഡലങ്ങൾ കൂടിയാണ് ഈ വരുന്ന 18-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന 97 മണ്ഡലങ്ങളാണ് ഏപ്രിൽ 18-ന് വിധി എഴുതാൻ പോകുന്നത്. വലിയ കാടടക്കിയുള്ള പ്രചാരണ പരിപാടികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇടങ്ങളിൽ കണ്ടത്. ഇന്ന് ഒഡീഷയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടി. നമുക്കറിയാം, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇതിനൊപ്പം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉണ്ടായിരുന്നത്. കർണാടകയിൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.